ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ഷിനൂസ് ടേസ്റ്റ് ബേർഡ്സ്. ഇന്ന് ഞാൻ റെസിപ്പി വീഡിയോ ആയിട്ടല്ല, കുറച്ച് ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നോമ്പൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ നോമ്പിന് മുമ്പ് നമുക്ക് അടുക്കളപ്പണികൾ എളുപ്പമാക്കാൻ വേണ്ടി വീട്ടിൽ തയ്യാറാക്കി വെക്കാവുന്ന കുറച്ച് ഐറ്റംസാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഗരം മസാല തയ്യാറാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് പെരുംജീരകം ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. ഞാൻ ഗരം മസാല തയ്യാറാക്കുമ്പോൾ പെരുംജീരകം കുറച്ച് കൂടുതലാണ് എടുക്കാറുള്ളത്. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, കുരുമുളക്, തക്കോലം, പിന്നെ കുറച്ച് വെള്ള കസേഴ്സും കൂടെ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബേ ലീവ്സ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇനി നമുക്കിത് ആദ്യമേ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരു ചീനച്ചട്ടി, ഒരു പാൻ അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഈ മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ള കസേഴ്സ് ഇപ്പോൾ ഈ സമയത്ത് ചേർക്കരുത്, ഇതൊന്ന് വറുത്തതിന് ശേഷം വേണം വെള്ള കസേഴ്സ് ചേർക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് ഒരുവിധം വറുത്തെടുക്കണം. ഇത് ഒരുവിധം വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ള കസേഴ്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ള കസേഴ്സ് ആദ്യമേ ചേർക്കാത്തതെന്ന് വെച്ചാൽ വെള്ള കസേഴ്സ് ചേർക്കുമ്പോൾ ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം പൊട്ടി തെറിക്കുന്നതായിട്ട്. അപ്പോൾ വെള്ള കസേഴ്സ് ആദ്യമേ ചേർത്താൽ എല്ലാം പൊട്ടിത്തെറിച്ച് പോവും. അപ്പോൾ അതുകൊണ്ടാണ് ലാസ്റ്റ് ചേർക്കുന്നത്. അപ്പോൾ വെള്ള കസേഴ്സ് ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ ഫ്ലെയിം ലോ ആക്കി വെക്കണം. ഇതിപ്പോൾ നമുക്ക് ബിരിയാണിക്കാണെങ്കിലോ ഇറച്ചിക്കറിക്കോ മുട്ട റോസ്റ്റിനോ എന്തിനു വേണമെങ്കിലും ഈ മസാല ചേർക്കാവുന്നതാണ്. അപ്പോൾ വെള്ള കസേഴ്സും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ നമ്മുടെ മസാലക്ക്. മസാല ഒരുവിധം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറിയുന്നവരെ വെയിറ്റ് ചെയ്യാം. മസാല നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം വേണം ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്ക് മസാല പൊടിച്ചെടുക്കണം. നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു കുപ്പിയിലേക്ക്, ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റി നന്നായിട്ട് ടൈറ്റായിട്ട് മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ ഗരം മസാല തയ്യാറായി കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമുക്ക് പെരുംജീരകം ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ പെരുംജീരകം പൊടിച്ച് വെക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇറച്ചിക്കറിയുടെ കൂടെയാണെങ്കിലും അല്ലെങ്കിൽ കുറുമയൊക്കെ വെക്കുമ്പോൾ പെരുംജീരകപ്പൊടിയും കൂടി ചേർക്കുന്നത് നല്ല ടേസ്റ്റി ആയിരിക്കുള്ളൂ. അപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ചൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് പെരുംജീരകം ചേർത്ത് കൊടുക്കുക. പെരുംജീരകമൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇതൊന്ന് വറുത്തെടുക്കാം. ഇതൊരുപാട് മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുവിധം വറുത്ത് വരുമ്പോഴേക്കും നല്ല പെരുംജീരകം മൂത്ത് വരുന്നതിൻ്റെ ഒരു സ്മെല്ല് വരും. അപ്പോൾ ആ പാകത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യണം. ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് പൊടിച്ച് എടുക്കാവുന്നതാണ്. ഈ ഒരു പാകത്തിന് പെരുംജീരകം പൊടിച്ചെടുക്കുക. എന്നിട്ടിതൊരു കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മൂടി സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പെരുംജീരക പൊടിയും തയ്യാറായി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. ഷുഗർ സിറപ്പിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് പഞ്ചസാരയ്ക്ക് അതിൻ്റെ പകുതി വെള്ളം എന്ന അളവിൽ വേണം വെള്ളം എടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം ഇതൊന്ന് അടുപ്പിൽ വെച്ച് ഒന്ന് അലിയിച്ചെടുക്കണം. ഷുഗർ സിറപ്പൊക്കെ തയ്യാറാക്കി വെച്ചാൽ നമുക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കുമ്പോഴും ജ്യൂസ് ഉണ്ടാക്കുമ്പോഴൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്നവരെ വെക്കുക. ഈ ഒരു പാകത്തിന് നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കണം. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു കുപ്പിയിലേക്ക് ഒഴിച്ച് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഷുഗർ സിറപ്പ് ഞാനിപ്പോൾ ഇവിടെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. കാര്യം എനിക്ക് കുറച്ച് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ. ഇത് കുപ്പിയിലാക്കി മൂടി സൂക്ഷിക്കാവുന്നതാണ്. ഇനി അതേപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളം കലക്കുമ്പോഴും അതേപോലെ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ വളരെ എളുപ്പമായിരിക്കുള്ളൂ. പിന്നെ അടുത്തതായിട്ട് ഏലക്ക ഒന്ന് പൊടിച്ചെടുക്കാം. ഏലക്ക ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. എനിക്ക് നേരത്തെ തന്നെ ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ളതുകൊണ്ട് കുറച്ച് ഏലക്ക എടുത്ത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഏലക്ക പൊടിക്കുമ്പോൾ അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഏലക്ക പൊടിഞ്ഞു കിട്ടും. അപ്പോൾ ഞാൻ മിക്കപ്പോഴും അങ്ങനെ പൊടിച്ച് വെക്കാറുണ്ട്. അതിലേക്ക് പഞ്ചസാരയും കൂടെ ചേർത്താൽ നല്ല പെട്ടെന്ന് തന്നെ ഏലക്ക പൊടിഞ്ഞ് കിട്ടും.
നല്ല ഫൈൻ പൗഡറായിട്ട് ഏലക്കയും കൂടെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതും ഒരു കുപ്പിയിലേക്ക് ആക്കി അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് കുരുമുളക് പൊടിയും കൂടെ തയ്യാറാക്കി വെക്കാം. അപ്പോൾ കുറച്ച് കുരുമുളക് എടുത്ത് മിക്സിയുടെ ജാറിലിട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് പൊടിച്ചെടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്താൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പോൾ കുരുമുളകും നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതും നമുക്കൊരു കുപ്പിയിലേക്ക് ചേർത്ത് വെക്കാം. ഇപ്പോൾ കുരുമുളകൊക്കെ നമുക്ക് മിക്ക കട്ട്ലറ്റ് ഉണ്ടാക്കാനും സമൂസ ഉണ്ടാക്കാനൊക്കെ മിക്കവരും കുരുമുളക് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ നേരത്തെ പൊടിച്ച് വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കി വെക്കാം. കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും കൂടെ ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് മിക്സിയിൽ അരച്ചെടുക്കുക. അപ്പോൾ ഇത് അരച്ച് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും തയ്യാറായിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു പാത്രത്തിലേക്കാക്കി സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഇതൊക്കെ നേരത്തെ ചെയ്ത് വെച്ചാൽ നമുക്ക് നോമ്പിന് ഇബാദത്ത് ചെയ്യാനൊക്കെ ഒരുപാട് സമയം ബാക്കി കിട്ടുന്നതാണ് കാര്യം. അല്ലെങ്കിൽ പണിയെടുത്ത് തന്നെ നമുക്ക് സമയം തികയില്ല. ഇതിനി അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ മിക്ക കറികൾക്കും ഫ്രൈ ഐറ്റംസിനും ഒക്കെ ചേർക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ ബ്രെഡ് ക്രംസിന് വേണ്ടി ഞാനിവിടെ ഒരു പാക്കറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ബ്രെഡ് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് ആദ്യമേ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ബ്രെഡ് ചെറുതായിട്ടൊന്ന് പീസാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. പിന്നെ ഞാനിവിടെ കുറേശ്ശെ ബ്രെഡ് വീതം പൊടിച്ചെടുക്കുകയാണ്. ബാക്കിയുള്ള ബ്രെഡ് സ്ലൈസസും ഇതേപോലെ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാവുന്നതാണ്. എന്നിട്ട് ഈ ബ്രെഡ് ക്രംസ് നമുക്കൊന്ന് അടുപ്പിൽ വെച്ച് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റായിട്ട് കട്ട്ലറ്റിനൊക്കെ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ബ്രെഡ് ക്രംസ് വറുക്കാതെ തന്നെ എടുക്കാവുന്നതാണ്. പക്ഷേ അടച്ച് സൂക്ഷിച്ച് വെക്കാനാണെങ്കിൽ ഇപ്പോൾ ഒരു മാസം വരെയൊക്കെ കേടാവാതിരിക്കാൻ ഇങ്ങനെയൊന്ന് ഫ്രൈ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു മാസം വരെ നമുക്ക് ബ്രെഡ് ക്രംസ് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഈ ഒരു പാകത്തിന് നമുക്ക് ബ്രെഡ് ക്രംസ് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യം അനുസരിച്ച് എടുത്താൽ മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഇതൊരു കണ്ടെയ്നറിൽ ആക്കിയതിന് ശേഷം അടച്ച് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ബ്രെഡ് ക്രംസ് പുറത്ത് വെച്ചാലും മതി. ഇനി നിങ്ങൾ ഉപയോഗിച്ചതിൻ്റെ ബാക്കിയാണെങ്കിൽ അത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ബ്രെഡ് ക്രംസും തയ്യാറായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുത്ത് വെക്കാം. അപ്പോൾ തേങ്ങ നമ്മൾ ഇറച്ചിക്കറിക്കൊക്കെ ആണെങ്കിലും മിക്കപ്പോഴും വറുത്തരച്ചൊക്കെ ഇറച്ചിക്കറി വെക്കുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെ തേങ്ങ വറുത്ത് വെക്കുകയാണെങ്കിൽ ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അരച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ തേങ്ങയിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങ ഇങ്ങനെ വറുത്ത് വെച്ചാൽ എത്ര നാൾ വേണമെങ്കിലും അതും കേടുകൂടാതെ ഇരുന്നോളും. പിന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. തേങ്ങ നന്നായിട്ട് വറുത്ത് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വറുത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് ലോ ആക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ തേങ്ങയും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം ഫ്ലെയിം ലോ ആക്കി തന്നെ വെക്കുക. അപ്പോൾ നമ്മുടെ തേങ്ങ നല്ല പാകത്തിന് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യണം. ചൂടാറിയതിന് ശേഷം ഇതും ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് ആക്കി വെക്കുക. ഇറച്ചിക്കറിയൊക്കെ വെക്കുമ്പോൾ ആവശ്യമനുസരിച്ച് ഇതെടുത്ത് അരച്ച് ചേർക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ് കാഷ്യൂനട്ടും റൈസിൻസും. അപ്പോൾ ഇതൊന്ന് വറുത്ത് വെക്കുകയാണെങ്കിൽ ഇപ്പോൾ തരികാച്ചത് ഉണ്ടാക്കുമ്പോഴും അതേപോലെ കായ്പോളക്കും എന്തിനും കുറേശ്ശെ എടുത്ത് വറുക്കുന്നതിനേക്കാളും നേരത്തെ തന്നെ വറുത്ത് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഇതിൽ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ആദ്യമേ നമുക്ക് കാഷ്യൂനട്ട്സ് ഒന്ന് വറുത്തെടുക്കാം. കാഷ്യൂനട്ട്സ് വറുത്തെടുത്തതിന് ശേഷം ഒരുവിധം ഫ്രൈ ആയി വരുമ്പോഴേക്കും അതിലേക്ക് കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് വറുത്തെടുക്കരുത്, കാര്യം കിസ്മിസ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. കാഷ്യൂനട്ട് ഒരുവിധം വറുത്തതിന് ശേഷം വേണം കിസ്മിസ് ചേർക്കാനായിട്ട്.
അപ്പോൾ ഇത് തയ്യാറാക്കി വെച്ചാലെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇപ്പോൾ തരി കാച്ചിയതിനോ അല്ലെങ്കിൽ സേമിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ദിവസേന ഓരോന്നുണ്ടാക്കുമ്പോഴും ഇങ്ങനെ കാഷ്യൂനട്ടും റൈസിൻസും വറുക്കേണ്ട ആവശ്യമില്ല. ഇത് കുറച്ച് എടുത്ത് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇത് നമുക്കൊരു കണ്ടെയ്നറിലേക്ക് ഇട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നോമ്പിന് മുമ്പ് അത്യാവശ്യം തയ്യാറാക്കി വെക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നോമ്പിന് മുമ്പേ തന്നെ ഇതൊക്കെ തയ്യാറാക്കി വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ പണികളൊക്കെ എളുപ്പമായിരിക്കുള്ളൂ. പിന്നെ ഇനി അടുത്ത കുറച്ച് ടിപ്സുമായിട്ട് ഞാൻ ഉടനെ തന്നെ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.